ഇപ്പം ഞങ്ങളുടെ ഇടയിലും പുതുപ്പള്ളിയിലും അല്ല എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയം എന്താണെന്നറിയോ? അറിയാലോ എനിക്കറിയാം. അതെന്നാ അത് ചെയ്യാത്ത, കല്യാണം കഴിക്കാത്ത തന്നെ? അത് സമയം വായിക്കും. ഇനിയോ? ഇനി എപ്പോഴാ? ആരാ സമയം തീരുമാനിച്ചു? AK 42. അതില് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പം പുതുപ്പള്ളിക്കാർക്കും മറ്റു നാട്ടുകാർക്കും ചാണ്ടി സാറിന്റെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്താ കല്യാണം കഴിക്കാത്തെന്നൊരു ടെൻഷൻ. നടക്കുമെന്ന് പറഞ്ഞല്ലോ. നടക്കുമല്ലോ. ഈ കൊല്ലം ഉണ്ടോ? അടുത്ത കൊല്ലം ഉണ്ടോ? ഏതായാലും ഒരു കൊല്ലമെങ്കിലും പറഞ്ഞേ. ഞങ്ങളുടെയൊക്കെ നല്ല മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് ഞങ്ങൾക്കൊന്ന് ഓക്കെ ഇന്ന കൊല്ലം ഉണ്ടായിരിക്കും, അത്ര പറഞ്ഞാൽ മതി. ഞങ്ങൾ സമാധാനം. ഉറപ്പല്ലേ? മെയിൻ ഉദ്ദേശം അതാണല്ലോ. ഷോയുടെ നടുക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അവർക്കൊക്കെ സന്തോഷമാണ്. ഈ കൊല്ലം സാധ്യതയുണ്ട്. ഈ കൊല്ലം ഉറപ്പിക്കട്ടെ. സാധ്യതയുണ്ട്. എല്ലാ വർഷവും ഈ കൊല്ലമുണ്ട്. ഞാൻ എല്ലാ വർഷവും ചോദിച്ചില്ല, ഞാൻ എടുത്തു ചോദിച്ചു ഈ കൊല്ലമാണോ ആ സാധ്യത ഉണ്ടെന്ന്. ഈ കൊല്ലം ഞാൻ പറഞ്ഞു. ഇനി ഉഴപ്പരുത്. കാര്യം അതൊക്കെ അമ്മയ്ക്കാന്നേലും കൂടപ്പുറപ്പുകളൊക്കെ ആന്നേലും ആകളെയും മകനും ഒക്കെ ഒന്നൊരു കുടുംബമായി കാണാനൊക്കെ ആഗ്രഹമല്ലേ? നല്ല തലയാട്ടല, അത് മനസ്സിലായി എനിക്ക്. ഓക്കെ, ഇനി ഫ്യൂച്ചർ എന്താണ് ആഗ്രഹം? ഫ്യൂച്ചർ ഞാൻ പറഞ്ഞ പോലെ പുതുപ്പള്ളിയുടെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു ഐക്കോണിക് ആയിട്ട് എന്തെങ്കിലും സാധനം പുതുപ്പള്ളി ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും ശരി, എന്തെങ്കിലും അവിടെ ഒരു ആൾക്കാർ വരത്തക്ക രീതിയിലൊരു സംഭവം. ഓക്കെ, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആവണം എന്ന് ചോദിച്ചാൽ ഒരാളായതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. എന്നാൽ ആഗ്രഹമില്ലേ? അല്ല, ഇതിനകത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് എന്റെ എന്നും അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്നെ സംബന്ധിച്ച് എല്ലാമാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിപ്പോ ഞാൻ കുറച്ച് ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. അപ്പം അത് എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കൊന്നും കോൺഗ്രസ് പാർട്ടി എന്റെ ചെറുപ്പം മുതൽ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഞാനിപ്പോ MLA ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് MLA ആള്. പോസ്റ്റൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ. അപ്പൊ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് മുഖ്യമന്ത്രി ആവാൻ ഒന്നിന്റെ ക്ഷീണം തീർന്നില്ല എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പൊ ഇതൊരു അടുക്കള ആയതുകൊണ്ട് ചോദിക്കാം, ഒരു വലിയ എന്താ പറയാ വലിയ ചോദ്യമൊന്നുമല്ല, പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരാള് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു ഭയങ്കര വിഭവ സമൃദ്ധമായി കൊടുക്കുവോ, അതോ ഒരു ഭക്ഷണം പ്രിഫർ ചെയ്താൽ ഫസ്റ്റ് ഏത് പ്രിഫർ ചെയ്യും? അല്ല, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നാൽ എന്റെ അപ്പന് കൊടുത്ത് തന്നെ കൊടുക്കും. അതന്നെ ഞങ്ങളെ എന്തോന്നാ ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ സ്റ്റേപ്പിൾ ഫുഡ് കഞ്ഞിമ്പേർ. അപ്പൊ ദിവസവും കഴിച്ചുകൊണ്ട് കഞ്ഞിമ്പേർ. നമ്മുടെ സഖാവ് സർ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം അനുസരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ. അങ്ങനെ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ പാൽപ്പായസം പറയും. സാറിന്റെ ഈ രാഷ്ട്രീയത്തില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ്. ആരും അങ്ങനെ മാറി നിൽക്കുന്നവരല്ല. എങ്കിലും നമുക്ക് വിഷ്ണുനാഥ്, ഡീന്, ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് അപ്പനല്ലാതെ വേറൊരു വ്യക്തി പൊളിറ്റിക്സിലാണോ? പൊളിറ്റിക്സ് രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി തന്നെയാണ് ഒരാളുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ചെയ്യുന്നത്? അമ്മയാണോ? അമ്മ സ്വാഭാവികമായിട്ടും അമ്മയല്ലേ. എല്ലാം അപ്പന്റെ കൂടെയും എല്ലാം വർക്ക് ചെയ്തത് അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇന്ന പോലെ മുന്നോടി അമ്മയ്ക്ക് അറിയാലോ ഇന്ന പോലെയൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അമ്മ ഇരുന്ന് ഉപദേശിച്ച കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അതോ ഫ്രീഡം? അമ്മ പിന്നെ ചെറുപ്പം തൊട്ട് ഉപദേശം. അമ്മമാരെ പോലെ തന്നെ അപ്പയ്ക്ക് ഇതിന് സമയമില്ലാത്തതുകൊണ്ട് അമ്മ അത് എല്ലാം ചെയ്യും. കാരണം അമ്മ ഉപദേശിച്ചില്ലെങ്കിൽ നമ്മള് ശരിയായ പാതയിൽ പോകത്തില്ല. അമ്മ തന്നെയാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരെ പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ടിരിക്കുന്നു. ഭയങ്കര ഈ ദൈവവിശ്വാസിയാ? ഞാൻ ഭയങ്കര ദൈവവിശ്വാസി. കാര്യം എപ്പോഴും ഞാൻ
പള്ളിയിൽ പോകുന്നതും അവിടുത്തെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, എപ്പോഴും അവിടെ ഉള്ളതും പ്രാർത്ഥനയും എല്ലാം. മാത്രമല്ല എവിടെയെങ്കിലും പോവാണെങ്കിൽ അപ്പന്റെ കല്ലറക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചേച്ചും. ഞാൻ ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിപ്പിക്കുന്നതും അവിടെ തന്നെയാണ്. കല്ലറയിൽ പോയിട്ടാണ് ഞാൻ ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിപ്പിക്കുന്നത്. അപ്പം കാരണം എന്റെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അദ്ദേഹം മരിക്കുന്നില്ല. ശരിയാ, സാർ പറയുന്ന ഒരു കണക്കിന് കറക്റ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. ഇന്നും ആ കല്ലറയ്ക്ക് ചെന്ന് നോക്കിയാ നമ്മുടെ നാട്ടുകാർ എത്ര പേര് അദ്ദേഹത്തിനെ, ഇന്നും അദ്ദേഹം ജീവിക്കുകയാണ്. ഞാൻ എപ്പോ ചെന്നാലും വളരെ കുറച്ച് സന്ദർഭം ഒഴിച്ച്, എപ്പോ രാത്രി ചില സന്ദർഭം ഒഴിച്ച് എപ്പോ ചെന്നാലും അവിടെ ആൾ കണ്ടിരിക്കും. സത്യം. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് ഇന്നും അത് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. അതിൽ പല ഒരു അംഗീകാരം ഒരു പൊതുപ്രവർത്തകന് എനിക്കൊരു ചലഞ്ചാ. സത്യം. ഇവിടുത്തെ ഓരോ വ്യക്തിക്കും ഒരു ചലഞ്ചാണ് അദ്ദേഹത്തിന്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നു. അതിന്റെ 10-1 പോലും നമ്മൾ സക്സസ് ആവും. സത്യം. അത് ഒരു യാഥാർത്ഥ്യമാണ്. പൊളിറ്റിക്സ് മാത്രമല്ല, അദ്ദേഹത്തെ വീടിന്റെ ഒരു അംഗമായി കാണണമെങ്കിൽ അത് അത്രയും അദ്ദേഹം ഓരോ വീടും കരുതിയാണ് അദ്ദേഹം പോയിക്കൊണ്ടത്. മാത്രമല്ല അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. ഒരു ബ്രേക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, 24 മണിക്കൂറിൽ കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ പുറത്തു നിൽക്കില്ല. തിരിച്ചു വന്നിരിക്കും. ഡൽഹി വരുമ്പോൾ ഞാൻ ആലോചിക്കും, ഡൽഹി ഞാൻ പഠിക്കുന്ന സമയമാണ്, രാവിലെ വന്ന് വൈകിട്ട് പോയിരിക്കും. ഞാനും ഓർത്ത് ഒരു ദിവസം നിൽക്കാതെ. ഇദ്ദേഹം വരുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ്നെസ്സാ. കാരണം നമുക്ക് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്ന് കഴിയുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. കാരണം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് നാച്ചുറലി അതൊരു സ്പ്രെഡ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി. പക്ഷെ വന്നു കഴിഞ്ഞാൽ പോയിരിക്കുകയും ചെയ്യും. ആക്ച്വലി സാറിന്റെ ലൈഫിൽ അദ്ദേഹത്തിന് ഒരു ലെഷർ ടൈം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ലെഷർ ടൈം വളരെ ഒരു ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്ത സമയം അതിനെക്കാട്ടി ചുരുക്കും. അപ്പൊ അമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നുള്ളായിരിക്കും. സ്വാഭാവികമായിട്ടും. കാരണം അപ്പയ്ക്ക് എവിടെ നേരെ ഇരിക്കണേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ പരാതി നാച്ചുറൽ. ഇപ്പം ഞങ്ങള് ഒരു കണ്ണിൽ കാണുന്ന എന്താന്ന് വെച്ചാൽ അവിടെ നാഷണൽ ലെവലില് രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ വന്ന അച്ചു ആൻഡ് സാറും കൂടെ പ്രസംഗം അങ്ങനെ ഒരു അതിപ്പം ഈ പ്രാവശ്യം ഫാമിലി മൊത്തം ഇറങ്ങിയല്ലോ. എന്റെ 2 സിസ്റ്റേഴ്സും ഇറങ്ങി, അത് അമ്മ ഇറങ്ങി. അതിന്റെ ഒരു കാരണം വെച്ചാല് ഞങ്ങളെല്ലാം BJP പോവാണെന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് അതൊന്ന് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ.